ജപിക്കുമ്പോൾ രാമമന്ത്രത്തിലും വലുതായിട്ട് വേറെ ഒന്നുമില്ല. രാമനാമം ജപിച്ചാൽ തീരാത്ത മഹാപാപങ്ങളില്ല. അപ്പോൾ എത്ര നമ്മൾ പാപം ചെയ്തോ അത്രയും നമ്മൾ എന്നിട്ട് രാമനാമം ജപിക്കണ്ടല്ലോ. നമ്മളെന്നും ഇവിടെ ഹരേ രാമ ജപിക്കണ്ടല്ലോ. എന്നിട്ട് ഞങ്ങൾക്ക് ദുരിതങ്ങൾക്ക് കുറവില്ലല്ലോ എന്ന് വെച്ചാൽ ഇത് എത്രയുണ്ടെന്ന് അറിയില്ല. അഴുക്ക് തീരെ ഇല്ലാത്ത വസ്ത്രത്തിലാണെങ്കിൽ പെട്ടെന്ന് കഴുകിയാൽ വൃത്തിയാവും. നല്ലോണം അഴുക്ക് പറ്റിയതാണെങ്കിൽ അത് അത്രയും ബുദ്ധിമുട്ടി നല്ലോണം ഉരച്ച് തല്ലി അലക്കേണ്ടി വരും. അപ്പോഴേ അത് വെളുക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആ കർമ്മപ്രാരബ്ധങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ പാപത്തിൻ്റെ ആ ശക്തി എത്രയുണ്ട് അത്രയും നമുക്ക് ജപിച്ച് തന്നെ ഇത് ഇല്ലാതാക്കണം. അപ്പോൾ വേറെ ഒന്നും ചെയ്തു കൊടുക്കാനില്ല. രാമനാമം ഉപദേശിക്കുക. പക്ഷേ രാമ എന്ന് പറയണമെങ്കിൽ പോലും അതിനുള്ള ഒരു യോഗ്യത ഉണ്ടാവണം. രാമമന്ത്രം താരക മന്ത്രമാണ്. അത് ഉച്ചരിക്കുമ്പോൾ അത് നല്ല ആ മന്ത്രത്തിന് നല്ല ശക്തിയുണ്ട്. ആ ശക്തിയെ ഉൾക്കൊള്ളാൻ കാരണം 10 പ്രാവശ്യം രാമനാമം ചൊല്ലിയാൽ അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു കരുത്ത് ആ ജീവനില്ല. അത്രയും മഹാപാപം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് രാമ എന്ന് ഉച്ചരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതേ മന്ത്രത്തിന് മഹത്വം എന്താണെന്ന് വെച്ചാൽ മഹത്തായ മന്ത്രങ്ങളെ എങ്ങനെ ജപിച്ചാലും അതിൻ്റെ ആ ശക്തി കുറയുന്നേ ഉള്ളൂ എന്നല്ലാണ്ട് അതിൻ്റെ ആ ഗുണം കുറയില്ല. അപ്പം എന്ത് ചെയ്തു? ആദ്യം തന്നെ ആ രാമമന്ത്രത്തിനെ മരാ എന്ന് തിരിച്ച് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ നീ ജപിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുത്തു. കാരണം ഉള്ളിൽ ആ രൂപം ഒക്കെ രാമൻ്റെ രൂപമൊക്കെ പറഞ്ഞു കൊടുത്ത് അതൊക്കെ ധ്യാനിക്കാൻ പറഞ്ഞാലൊന്നും മനസ്സൊന്നും അങ്ങനെ നിൽക്കില്ല. കാരണം നമ്മളോട് തന്നെ പറഞ്ഞു കണ്ണടച്ചിട്ട് കുറച്ച് നേരം നിങ്ങളിവിടെ ഒന്ന് തൊഴണതല്ലേ, ആ മുല്ലോർലി തേവരുടെ രൂപം ഒന്ന് സങ്കല്പിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആ സങ്കല്പമൊന്നും വരില്ല, അത്ര ഉറപ്പ് വരില്ല. അങ്ങനെ തേവരുടെ രൂപം സങ്കല്പിക്കുന്നതിനേക്കാളും മുമ്പ് അമ്പലത്തിൽ വന്ന് കണ്ടതോ മറ്റുള്ള കാഴ്ചകളോ അതൊക്കെ പറയുകയാണെങ്കിൽ അത് പെട്ടെന്ന് വരും. അപ്പോൾ നമുക്കത് ഒരു പ്രയാസമായിട്ടിരിക്കണു. അങ്ങനെയുള്ള സമയത്ത് ആ ദുഷ്കർമ്മങ്ങൾ മാത്രം ചെയ്ത ആ വാൽമീകി കാട്ടാള ഭാവത്തിൽ രത്നാകരനോട് അത് പറഞ്ഞാൽ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞു കണ്ണടച്ച് ഞങ്ങൾ വരണവരെ ജപിക്കണം എന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ ആ മര എന്നുള്ള മന്ത്രം ജപിച്ച് ആ ജീവന് ആ ശക്തി വന്നപ്പോൾ നാമജപത്തിൻ്റെ കരുത്ത് വന്നപ്പോൾ രാമനാമമായിട്ട് മാറിയത്. രാമനാമം ജപിച്ച് വന്നപ്പോൾ അറിയാണ്ട് തന്നെ ആ രാമൻ്റെ രൂപം ഉള്ളിൽ നിറഞ്ഞു വന്നു. അതാണ് ഭഗവത് നാമത്തിൻ്റെ മഹത്വം. അങ്ങനെ രാമനാമം ഉള്ളിൽ നിറഞ്ഞു വന്നപ്പോൾ അതിൽ ലയിച്ച് ഏകാഗ്രമായിട്ട് അനേകായിരം വർഷം നാമം ജപിച്ചു. അങ്ങനെ നാമം ജപിച്ച് ആ ഋഷീശ്വരന്മാരൊന്ന് മടങ്ങിപ്പോയി.